ഒക്കെ നിറയെ പായൽ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ നാട്ടിലെത്തിയ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? ഞാൻ നാട്ടിലെത്തി. അപ്പോൾ നാട്ടിലെത്തിയിട്ട് നമ്മൾ കുമരകത്തേക്ക് ഒരു ടൂർ പോവുകയാണ്. അച്ഛനും അമ്മയും എല്ലാവരെയും കൂട്ടി, അവിടുത്തെ അമ്മേനെയും ഒക്കെ കൂട്ടി, പ്രശാന്തേട്ടൻ്റെ അമ്മേനെയൊക്കെ കൂട്ടി നമ്മളൊരു ടൂർ പോവുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാലക്കാട് വിട്ടു, തൃശ്ശൂർ വിട്ടു, അങ്ങനെ സ്ലോലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതി ഭംഗി ഒപ്പിയെടുക്കുന്ന ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒപ്പിയെടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ഒപ്പിയെടുത്തു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അടുത്തൊരു ഇൻട്രൊഡക്ടറി സെക്ഷനാണ്. അതെൻ്റെ അച്ഛൻ, ഇത് പ്രശാന്തേട്ടൻ്റെ അമ്മ, പിന്നെ ഇതെൻ്റെ അമ്മ. ഹായ്, ഞങ്ങളിങ്ങനെ അവിടെ കുമരകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെ കാണാനുണ്ടോ, എന്തെല്ലാം കാണണം എന്നൊക്കെ അവിടെ തീരുമാനിക്കും. അവിടെ കണ്ടതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പറയാം. ഞങ്ങൾ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടേ ഉള്ളൂ. ഏതാനും നിമിഷത്തിനുള്ളിൽ ഒക്കെ അവിടെ എത്തും. യാത്ര നല്ല യാത്രയല്ലേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മൾ ഇനി എന്തെല്ലാം കാണാൻ കിടക്കണം. അങ്ങനെ നമ്മുടെ റിസോർട്ടിലോട്ട് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ സ്കേപ്സ് കുമരകം KTDCയുടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് റിസോർട്ടാണ്. ഞാനത് വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അതിൻ്റെ ഒരു അടിപൊളി ഭംഗി കണ്ടപ്പോൾ അങ്ങോട്ട് ബുക്ക് ചെയ്തു, പിന്നെ ഒന്നും നോക്കിയില്ല. അതാണ് ഇതിൻ്റെ എൻട്രൻസ് ആണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്യാൻ സമയം കറക്റ്റ് സമയത്താണ് ഞങ്ങൾ എത്തിയത്. കാരണം നട്ടുച്ച 1 മണിയായപ്പോഴാണ് എത്തിയത്. 1 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അപ്പം ഞാൻ നേരെ കയറി ഹോട്ടൽ റൂംസൊക്കെ ചെക്ക് ഇൻ ചെയ്തു പോയിട്ട്. പിന്നെ നല്ല വിശപ്പ് എല്ലാവരും ബാധിച്ചത് കാരണം നേരെ KTDCയുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. മുമ്പ് KTDCയുടെ നിലമ്പൂർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫുഡ് കഴിക്കുന്നത്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ തന്നെ വിചാരിച്ചു. ഇത് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ ആണ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലിരുന്നിട്ട് കാണാൻ പറ്റുന്ന വ്യൂ ആണിത്. ഭയങ്കര ആംബിയൻസ് ആണ്, ഒന്നും പറയാനില്ല. അമ്മമാരൊക്കെ ചിലപ്പോൾ വല്ലപ്പോഴും ഉള്ള കിട്ടുന്ന ചാൻസ് ആണല്ലോ. നമ്മൾ എല്ലായ്പ്പോഴും ഫുഡ് നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന് തരാമെന്നല്ലാതെ നമുക്ക് വേണ്ടി ആരെങ്കിലും മുമ്പിൽ ഫുഡ് കൊണ്ടുവന്ന് തരും. ഇതാണ് നമ്മുടെ സ്റ്റേ. ഇതൊരു കോട്ടേജ്. ഇവിടെ 2 ടൈപ്പ് കോട്ടേജ് ഉണ്ട്. ലേക്ക് വ്യൂ കോട്ടേജും ഉണ്ട്, അതുപോലെ തന്നെ കനാലിൻ്റെ ഇടയിലായിട്ടുള്ള കോട്ടേജും ഉണ്ട്. ഇങ്ങനത്തെ 2 കോട്ടേജാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേക്ക് വ്യൂ ഉള്ളത്, കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ ലേക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പാണ്. ഇങ്ങനത്തെ 2 എണ്ണം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അമ്മയ്ക്കും അച്ഛനും അപ്പൂനും കൂടെ ഞാൻ രണ്ടാമത്തെ ബുക്ക് ചെയ്തതാണ്. ഇപ്പം നിങ്ങളിത് ഇത് സെയിം സംഭവമാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നടന്നു പോകുന്നത് മുതൽ ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. ഇങ്ങനെ ഓരോ ഇതിൻ്റെ ഇടയിൽ കൂടെയും കനാൽസ് പോകും. അപ്പോൾ നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഇവിടെ തന്നെ ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യാൻ, ചില്ല് ചെയ്യാനൊക്കെയാണ് നമ്മുടെ മനസ്സ് കൊതിക്കുക. കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ ഇതാണ് ലേക്ക് വ്യൂ എന്ന് പറയാൻ കാരണം. അതായത് ഫുള്ള് വുഡ് വർക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ്. ഒരു കേരള തനിമയോട് കൂടിയിട്ടുള്ള ആർക്കിടെക്ചറും ഡിസൈൻസുമാണ്. എന്നാൽ എല്ലാ മോഡേൺ തിങ്സിൻ്റെ കാര്യങ്ങളും, അതായത് ഒരു ഫോറിനേഴ്സിന് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ബാത്റൂംസൊക്കെ കൂടുതൽ ഫോറിനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ബാത്റൂമിൻ്റെ കാര്യങ്ങൾ എല്ലാ രീതിയിലും എല്ലാ ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഫുഡും അങ്ങനെ തന്നെയാണ്. ഫുഡും എല്ലാ ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിലെ മാതിരിയുള്ള അക്കോമഡേഷനാണ്. എല്ലാം വുഡിൽ ചെയ്ത ഡോറ്, വിൻഡോസ് എല്ലാം വുഡിലാണ്. നല്ല വുഡിൽ ചെയ്ത കട്ടിൽ, അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ട് വളരെ നന്നായിട്ടുണ്ട്. മകളെ പോലെ തന്നെ മകളെ പോലെ തന്നെ. പിന്നെ ഇത് എല്ലാം എൻ്റെ മകളുടെ ചെലവാകുന്നതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അവളെ ഇവിടെയൊക്കെ ഇനി ടൂറിന് വിളിച്ചാൽ എനിക്ക് ആരോഗ്യസ്ഥിതി
പരിഗണിക്കാതെ തന്നെ ഞാൻ ചെല്ലും എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഞാൻ ഇതോടൊപ്പം കൊടുക്കുകയാണ്. അങ്ങനെ സമയം ഒരു 4 മണി വന്ന് ഭക്ഷണം കഴിച്ചൊന്ന് കിടന്നുറങ്ങി. ജസ്റ്റ് 4 മണിക്ക് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. നമ്മൾ അതിന് മുമ്പിലോട്ട് കയറി കിടന്ന് കാണാമെന്നുള്ളൊരു പരിപാടിയിൽ 4 മണിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ചായയും ഒരു കടിയും ഇവിടെ ഫ്രീ ആയിട്ടുണ്ട്, കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ ഒരു ഇൻഫിനിറ്റ് പൂളുണ്ട്. 7 മണി വരെ പൂള് ഓപ്പണാണ്. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് നീന്തി തുടിക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു ടൂറാണ് ചെയ്യുന്നത്. ഈ എൻ്റെ റിസോർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ. അങ്ങനെ അന്നത്തെ ദിവസം റിസോർട്ടിൽ തന്നെ അടിപൊളിയായിട്ടൊരു സൺസെറ്റും കണ്ട് അങ്ങനെ അവസാനിപ്പിച്ചു. ബാക്കി ഭാഗം അടുത്ത Day 2 എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അവിടെയാണ് നമ്മൾ പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.